CPM നേതാവ് KS അരുൺകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺകുമാർ, ഇത് ഇങ്ങനൊരു കേസ് ഉണ്ടാകുമ്പോൾ അത് സ്പീക്കറെ അതിന്റെ വിവരങ്ങൾ അറിയിക്കുക, അതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമായാണോ കാണേണ്ടത്? വളരെ ഗുരുതരമായിട്ടുള്ള കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിൽ ഇരകൾ കൃത്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ള ഒരു ലൂപ്പ് പോയിന്റ് ആണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഇത്തരത്തിലൊരു ഇൻസിഡന്റ്, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പുറത്തു വരുമ്പോൾ ഒരു പബ്ലിക് പേഴ്സൺ എന്നുള്ള രീതിയിൽ, ഒരു പബ്ലിക് ഇൻസിഡന്റ് എന്നുള്ള രീതിയിൽ ആർക്ക് വേണമെങ്കിലും അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യുവ അഭിഭാഷകൻ ഒരു പരാതി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകി. പക്ഷെ പോലീസ് അതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ കുറ്റകൃത്യം നടന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷന് പുറത്താണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ തങ്ങൾക്ക് കിട്ടിയ പരാതി, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിംഗ് നടത്താൻ ബഹുമാനപ്പെട്ട DGPയെ ചുമതലപ്പെടുത്തി. വനിതാ കമ്മീഷൻ സെക്ഷൻ 17 ഓഫ് ദി വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരും കേസ് രജിസ്റ്റർ ചെയ്തു. ഇതെല്ലാം DGPക്ക് റെഫർ ചെയ്യുകയും ക്രൈംബ്രാഞ്ച് അതിന്റെ പ്രാഥമിക അന്വേഷണം ഏറ്റെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നല്ല വിവരശേഖരണം പോലീസ് നടത്തിയിട്ടുണ്ട്. ഇരയെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത് അവരുടെ ഗ്രീവൻസ് രേഖപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിലെ മുഖ്യ വേട്ടക്കാരൻ പ്രതി ഒരു MLA ആണ് എന്നതുകൊണ്ട് തന്നെ അത് നിയമസഭാ സ്പീക്കറെ രേഖാമൂലം വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അത് അറിയിക്കുന്ന ഒരു നടപടിക്രമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഏതു വകുപ്പാണ് കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ഏതെല്ലാം തെളിവുകളാണ് പോലീസ് ശേഖരിച്ചിരിക്കുക എന്നതിനെ കുറിച്ചുള്ള ഇനി വരും ദിവസങ്ങളിലെ വ്യക്തമായിട്ട് വരൂ. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്ത, 3 വനിതാ മാധ്യമ പ്രവർത്തകർ ഇതിലെ ഇരയെ കാണുകയും പലതരത്തിലുള്ള ഓഫർ കൊടുത്തിട്ട് മുഖ്യ പരാതിയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതുകൂടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും രാവിലെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസിന്റെ ഈ ആരോപണങ്ങളുടെ ഗൗരവമൊക്കെ കണക്കിലെടുത്ത് എന്ത് നടപടിയാണ് വരേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നത്? ഇതിലിപ്പോ രാഹുൽ സഭയിൽ എത്തരുത് എന്നാണോ? ഇല്ല, നിലവിലുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ വളരെ ആദ്യം കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകൾ മാത്രമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പക്ഷേ ഒരു നിർബന്ധിത ഗർഭചിത്രമടക്കം 10 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ, അതുപോലെ തന്നെ ഇതിൽ നടന്ന മറ്റ് ഇൻസിഡൻസ് എല്ലാം, അത് എല്ലാം ഇതിൽ ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി ക്രിമിനൽ ഓഫൻസ് വരിക. അത്തരത്തിൽ ക്രിമിനൽ ഓഫൻസുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ ഇപ്പോഴുള്ള കേസിന്റെ നിലവിലെ സാഹചര്യം തന്നെ മാറും. എല്ലാം നോൺ ബൈലബിൾ ഓഫൻസ് അടക്കം ഇതിലേക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് വരും. അത് വരുന്ന സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിലൊരു കമന്റ് പറയാൻ കഴിയുക. ഇപ്പോ ഈ കേസിൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങളും തെളിവുകളും വിവരശേഖരണവും ബഹുമാനപ്പെട്ട സ്പീക്കറെ അറിയിക്കുക എന്നുള്ളത് ഇതിലെ മുഖ്യ പ്രതി ഒരു MLA ആണ് എന്നതുകൊണ്ടാണ്. ബാക്കി കാര്യങ്ങളിലൊന്നും നമുക്കിപ്പോ അഭിപ്രായം പറയാൻ കഴിയില്ല. അതോടൊപ്പം ശ്രീ അരുൺകുമാർ, ഇവിടെ കോൺഗ്രസിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിക്കഴിഞ്ഞാൽ സംരക്ഷണം ഒരുക്കുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ആ സമീപനത്തെ എങ്ങനെയാണ് കാണുന്നത്? അതിപ്പോ കോൺഗ്രസ് അത് ചെയ്യും. കാരണം 3.5 വർഷം മുമ്പ് ഒരു യുവ നടി വളരെ കൃത്യമായിട്ടുള്ള പരാതി താൻ പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ട് ഒരു നടപടിക്രമം അദ്ദേഹം സ്വീകരിച്ചില്ലല്ലോ. അദ്ദേഹം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എല്ലാം ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ശ്രീ രാഹുൽ മാങ്കൂട്ടൽ എന്താ പറഞ്ഞത്? എന്നോടൊരു വാക്ക് പോലും ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുക, അവർക്ക് വളരാനുള്ള അവസരം കൊടുക്കുക, അവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കൊടുക്കുക, ജനപ്രതിനിധിയാക്കുക, അതെല്ലാം ഈ പരാതി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റാണ്. അതുപോലെ തന്നെ ഇതിന്റെ വിവിധ പരാതികൾ അതാത് ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തവർ ഇത്തരത്തിലുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടൊക്കെ സ്വീകരിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതെല്ലാം പക്ഷെ ജനങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. കാരണം 6ഓളം പരാതികൾ പുറത്തു വന്നതിൽ, കൃത്യമായിട്ട് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തുകളും കരഞ്ഞുകൊണ്ടുള്ള വോയിസ് മെസ്സേജ് ഒക്കെ പുറത്തു വന്നതിൽ, ഇതിൽ പെൺകുട്ടികൾ എത്രയധികം വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള സാഹചര്യം പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ പോലും ഇന്നലെ അവരെ പോയി കണ്ടിട്ട് പുറത്തു വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി ശ്രീ KS അരുൺകുമാർ പ്രതികരിച്ചതിന്.